ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റി യാതൊരു ചലനവും കാണിക്കാതെ മറ്റൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗിലാണ് അവസാനിച്ചത്. ലാർജ് ക്യാപ് സ്റ്റോക്കുകളേക്കാൾ ഇന്ന് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള ചില സ്റ്റോക്കുകളാണ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റ്സും അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് സെഗ്മെന്റ്സും ഒഴിച്ചിട്ടുള്ള പല സെക്ടേഴ്സും ഡൗൺ ആയിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. ഇന്ന് മാർക്കറ്റിൽ വന്ന ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളുടെ പെർഫോമൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. DAC അഥവാ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ഒരു മീറ്റിംഗ് ഇന്ന് നടക്കുന്നു എന്ന ഒരു വാർത്ത മാർക്കറ്റിൽ വന്നതോടുകൂടി ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഒരു റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ DAC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡിഫൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരമോന്നതമായിട്ടുള്ള ഒരു ബോഡിയാണ്. പ്രതിരോധ മന്ത്രിയും അതുപോലെ കരസേനാ മേധാവി, നാവികസേനാ മേധാവി, അതുപോലെ വ്യോമയാന മേധാവികളൊക്കെ ചേർന്നിട്ടുള്ള പ്രതിരോധ രംഗത്തെ പ്രധാനപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമിതിയാണ് ഈ DAC എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചും അതുപോലെ ഡിഫൻസിന്റെ മറ്റ് പ്രൊജക്ടുകളെ കുറിച്ചും അതുപോലെ മറ്റായുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിന്റെ ബജറ്റുകളൊക്കെ നിശ്ചയിക്കുന്നതും ഈ ഒരു DAC എന്ന് പറയുന്ന ഈ ഒരു സമിതിയാണ്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് 17 ബ്രാവോ എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടതാണ് 7 അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് നിർമ്മിക്കുക എന്നുള്ളത്. ഇപ്പോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് എന്ന് പറയുന്നത് രഹസ്യ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു യുദ്ധക്കപ്പലാണ്. അപ്പോൾ ഈ കപ്പലുകളുടെ ഒരു പ്രത്യേകത, മറ്റ് ശത്രു രാജ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഈ കപ്പലുകൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത്തരം റഡാർ അല്ലെങ്കിൽ ഇത്തരം സർവേലിയൻസിനൊക്കെ മറികടക്കാൻ കഴിവുള്ള യുദ്ധക്കപ്പലുകളാണ് ഈ പറയുന്ന സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 7 വാർഷിപ്പുകൾ നിർമ്മിക്കുവാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഇന്ന് DACയുടെ മുമ്പിൽ വന്നത്. അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന പത്ര റിപ്പോർട്ടുകൾ. ഏകദേശം 70,000 കോടിയുടെ ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ പത്ര റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുള്ള ഈ ഒരു സൂചനകളാണിത്. ഔദ്യോഗികമായിട്ടുള്ള പ്രസ് റിലീസൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് 2 കമ്പനികൾക്കാണ് എന്നാണ് പൊതുവെ മാർക്കറ്റ് അനുമാനിക്കുന്നത്. അതിലൊന്ന് മസഗൺ ഡോക്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും മറ്റൊന്ന് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സുമാണ്. അപ്പോൾ ഓൾറെഡി ഈ മസഗൺ ഡോക്കും അതുപോലെ ഈ ഗാർഡൻ റീച്ചും ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ഓൾറെഡി ഈ പ്രൊജക്ട് 17A ബന്ധപ്പെട്ടിട്ട് ഈ കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കമ്പനികൾക്ക് തന്നെയായിരിക്കും ഈ ഓർഡറുകൾ പോവുക എന്ന് മാർക്കറ്റ് അനുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൽ 4 കപ്പലുകൾ മസഗൺ ഡോക്കിനും മറ്റ് 3 കപ്പലുകൾ ഗാർഡൻ റീച്ചിനുമായിരിക്കും കിട്ടുക എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ 2 സ്റ്റോക്കുകളിലും ഇന്ന് നല്ല റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മസഗൺ ഡോക്കിൽ 6% ഒരു മുന്നേറ്റവും അതുപോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ ഏകദേശം 4% മറ്റൊരു മുന്നേറ്റവും നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ഇന്നത്തെ DAC യോഗത്തിൽ അപ്രൂവൽ ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഡിഫൻസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പുതിയ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1700ഓളം FRCV അഥവാ ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾസ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ യുദ്ധ ടാങ്കുകൾ എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള റഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള T-72 ടാങ്കുകളാണ്. അപ്പോൾ ഈ ടാങ്കുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് 1700 പുതിയ ടാങ്കുകൾ നിർമ്മിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് ഏകദേശം 50,000 കോടിയുള്ള മറ്റൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിനും ഈ ഒരു DAC യോഗത്തിൽ അപ്രൂവൽ ലഭിക്കുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ലഭിക്കാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്ന ഒന്ന് ഭാരത് ഫോർജും മറ്റൊന്ന് ലാർസൻ ആൻഡ് ടോബ്രോവുമാണ് എന്നും മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ഒരു DAC മീറ്റിംഗ് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളിലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മുൻനിര സ്റ്റോക്കുകളായിട്ടുള്ള പല സ്റ്റോക്കുകളും മുന്നേറിയിട്ടാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, BEML, അതുപോലെ ഭാരത് ഡൈനാമിക്സ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം കാണാം. അതുപോലെ കൃഷ്ണ ഡിഫൻസ്, മിശ്ര ധാതു നിഗം പോലെയുള്ള കമ്പനികളിലും മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു ടെമ്പററി സ്പെക്കുലേഷൻ ആവാം. ഒഫീഷ്യലായിട്ട് DACയുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും അതുപോലെ ഈ ഓർഡറുകൾ വിൻ ചെയ്ത കമ്പനികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞ ശേഷമേ നമുക്ക് ഈ ഇന്നത്തെ റാലി സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ പറയാനുള്ളത്. അടുത്തത്
മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഓട്ടോ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഓട്ടോ സെയിൽസ് ഓവറോൾ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ആ ഒരു സെയിൽസ് ഈ ഓഗസ്റ്റ് 24 കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിക്ലൈൻ ആയിട്ടുണ്ട് എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാസഞ്ചർ വെഹിക്കിളിൻ്റെ സെയിൽസ് ഓഗസ്റ്റ് 2023 അത് 3,44,955 വെഹിക്കിൾസ് ആയിരുന്നു. അത് ഈ വർഷം 3,41,028 വെഹിക്കിളായി കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1% ഡിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓട്ടോ മേഖലയിൽ ഒരു ഡൗൺ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോരോ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോ മേക്കർ കമ്പനിയായിട്ടുള്ള മാരുതി സുസുക്കിയുടെ പാസഞ്ചർ കാർ വെഹിക്കിൾസ് സെയിൽസ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 8% ഡൗൺ ആയതായിട്ടാണ് കാണുന്നത്. അതേപോലെ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ 3% ഡൗൺ ആയതായിട്ടും കാണാൻ കഴിയും. എന്നാൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന ഈ വാഹന നിർമ്മാതാക്കളുടെ സെയിൽസ് ഉയർന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. 37,270 കാറുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ അത് 43,277 കാറുകളുടെ വിൽപ്പന നടത്തിയതായിട്ട് കാണാൻ കഴിയും. അതിന് പ്രധാനമായിട്ട് അവരെ സഹായിച്ചിട്ടുള്ളത് അവരുടെ XUV 3XO എന്ന് പറയുന്ന SUV ആണ്. അപ്പോൾ ഏതായാലും ഈ 3 സ്റ്റോക്കുകൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഡാറ്റ ആ കമ്പനികളുടെ സ്റ്റോക്കിൽ ഒരു റിഫ്ലക്ഷൻ കാണിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് മാരുതി സുസുക്കി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ടാറ്റ മോട്ടോഴ്സും നെഗറ്റീവിലാണ്. പക്ഷേ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഓട്ടോ സെയിൽസിൽ ഈ ഒരു ഡിക്ലൈൻ നമ്മൾ തീർച്ചയായും ഓട്ടോ സ്റ്റോക്കുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലോങ് ടേമിൽ നമുക്കറിയാം ഓട്ടോ സെക്ടർ എന്ന് പറയുന്ന ഒരു സൈക്ലിക്കൽ സെക്ടറാണ്. എല്ലാ കാലത്തും അതിൻ്റെ ബൂം ഉണ്ടാവുകയില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഡാറ്റയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് മാർക്കറ്റിൽ വന്നത് ഒരു ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ബൈബാക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനി അവരുടെ സ്റ്റോക്കുകൾ ഓൾറെഡി മാർക്കറ്റിൽ വിറ്റയച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് കമ്പനി നന്നാവുകയും അവർ കരുതുകയാണ് ഈ സ്റ്റോക്കുകൾ തിരിച്ചു വാങ്ങണം എന്ന് കരുതുകയാണ്. ആ സമയത്ത് അവരൊന്നെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ട് ആ സ്റ്റോക്കുകൾ മെല്ലെ മെല്ലെ അക്യുമുലേറ്റ് ചെയ്യും. എന്നാൽ അത് കൂടാതെ മറ്റൊരു ഓഫർ കൊടുത്തുകൊണ്ട് പബ്ലിക്കായിട്ട് വാങ്ങുന്ന ഒരു രീതിയുമുണ്ട്. അങ്ങനെ ഇന്ന് ഒരു ബൈബാക്ക് ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് Matrimony.com എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവരെ മാട്രിമണി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഇവരുടെ മാച്ച് മേക്കിംഗ് സർവീസസ് ഇൻ്റർനെറ്റ് വഴിയും മൊബൈൽ പ്ലാറ്റ്ഫോം വഴിയാണ് ചെയ്യുന്നത്. ഇവർക്ക് ധാരാളം വെബ്സൈറ്റുകളും മൊബൈൽ സൈറ്റുകളും മൊബൈൽ ആപ്പുകളും ഉണ്ട്. ഭാരത് മാട്രിമണി, അതുപോലെ കമ്മ്യൂണിറ്റി മാട്രിമണി, അസിസ്റ്റഡ് മാട്രിമണി, അലൈറ്റ് മാട്രിമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരുകളിലും ഇവരുടെ പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവർ ഇന്ന് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ നോട്ടീസിൽ പറയുന്നത് കമ്പനി സെപ്റ്റംബർ 5 ഷെയർ ബൈബാക്ക് പ്രപ്പോസലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് ചേരാൻ പോവുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കമ്പനി അവരുടെ ഷെയറുകൾ തിരിച്ചു വാങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്ട്രോങ് ആവുകയാണെന്നും അതുപോലെ പ്രൊമോട്ടേഴ്സിന് കമ്പനിയിലുള്ള ആധിപത്യം അവർ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു എന്നുള്ളതുമാണ്. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. സ്വാഭാവികമായിട്ടും അത്തരം വാർത്തകൾ മാർക്കറ്റിൽ നല്ല ചലനം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഭാഗം ഇന്ന് 6% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ സ്റ്റോക്ക് ഏകദേശം 50% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അതുപോലെ പ്രോഫിറ്റും സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോൾ ഉള്ളത് 51% മുകളിലാണ്. അപ്പോൾ ആ ഒരു 51% ഇവർ ഉയർത്താൻ ശ്രമിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE പക്ഷേ ഇപ്പോൾ 36.1 എന്നുള്ള PE ആണ്. ഇൻഡസ്ട്രി PE 33 ആണ്. കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ആ ഒരു 52 വീക്ക് ഹൈയോട് അടുത്താണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബൈ ചെയ്യുന്നത് ഒരു റിസ്കി അഫെയർ ആയിരിക്കും. അതുകൊണ്ട് ഈ ബൈബാക്ക് ഓഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനൽ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് വേണ്ട ഇൻഫോം ഡിസിഷൻസ് എടുക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇന്നൊരു ലിസ്റ്റിംഗ് ഡേ ഗെയിൻ നേടിയിട്ടുള്ള ഒരു വമ്പിച്ച ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ IPO 427-450 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് ലിസ്റ്റിംഗ് ചെയ്തപ്പോൾ 120% ഒരു പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് 450 രൂപ പ്രൈസ് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത് 990 എന്ന ഒരു ലെവലിലാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ സ്റ്റോക്ക് മൾട്ടി ബാഗറായത്. സ്റ്റോക്കിൻ്റെ പേര് പ്രീമിയർ എനർജീസ് എന്ന് പറയുന്ന റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുള്ള പുതിയൊരു IPO ആയിരുന്നു. എന്നാൽ 990 എന്നുള്ള ആ ഒരു മൾട്ടി ബാഗർ ഹൈ എത്തിയതിന് ശേഷം പിന്നീട് വൻതോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ സ്റ്റോക്കിൽ നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 14% അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയും അങ്ങനെ 839 എന്നുള്ള ഒരു ക്ലോസിങ്ങിലാണ് ഇന്ന് ഇതിൻ്റെ ട്രേഡ് അവസാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ IPO കിട്ടാത്ത ആളുകൾ വൻതോതിൽ ഇത് വാങ്ങിക്കൂട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായത്. ഏകദേശം 50%
ഡെലിവറബിൾ വോളിയവും നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1995 രൂപം കണ്ട പ്രധാനമായിട്ടും സോളാർ സെൽസും സോളാർ പാനൽസും നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൽ തന്നെ മോണോഫേഷ്യൽ ബൈഫേഷ്യൽ മൊഡ്യൂൾസും അതുപോലെ EPC OEM സൊല്യൂഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ 24 ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രീമിയർ എനർജീസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സോളാർ സെല്ലും സോളാർ മൊഡ്യൂളും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ IPO ഡേറ്റ് ഓഗസ്റ്റ് 27 27 മുതൽ 29 വരെയായിരുന്നു ഇതിൻ്റെ IPO അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 3 ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ഡിമാൻഡുള്ള ഒരു സെക്ടർ എന്നുള്ള നിലക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് വൻതോതിൽ ഈ സ്റ്റോക്കിൽ ബൈ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവുക. ഏതായാലും ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റേബിൾ ആകുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോക്കായി മാറാനാണ് സാധ്യത. കാരണം ഇതിൻ്റെ റോബസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽസും ഒക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ സ്റ്റോക്കുകളൊന്നും ഒരു ഭയങ്കര റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുവാനുള്ള ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്നു മാത്രം. ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.